എല്ലാം നാടകീയമായിരുന്നു. രാവിലെ 9:30 പ്രധാനപ്പെട്ടൊരു വിഷയം അറിയിക്കാൻ തിരുവനന്തപുരത്ത് നിർണായക വാർത്താ സമ്മേളനമെന്ന് ഇന്നലെ വൈകിട്ട് ഫേസ്ബുക്കിൽ പ്രഖ്യാപനം. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന വിവരം അറിയിക്കാനാണെന്ന വ്യാഖ്യാനം വന്നതോടെ രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന് അടുത്ത പോസ്റ്റ്. ഇതോടെ അൻവർ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി. രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തി. രാവിലെ 9:30 MLA ഹോസ്റ്റലിൽ നിന്ന് PV അൻവർ നിയമസഭയിലേക്ക്. സ്പീക്കറെ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അകത്തേക്ക് പോയത് നിലമ്പൂർ MLA PV അൻവർ. തിരിച്ചെത്തിയപ്പോൾ മുൻ MLA ആയി. സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് സ്പീക്കർ AN ഷംസീറിന് കൈമാറി. ശനിയാഴ്ച തന്നെ രാജിക്കത്ത് ഇമെയിലായി സ്പീക്കർക്ക് അൻവർ അയച്ചു കൊടുത്തിരുന്നു. ഇനി അങ്ങോട്ട് MLA എന്ന പരിരക്ഷയില്ലാതെയാണ് പിണറായി സത്തിനെതിരെ PV അൻവർ പോരിനിറങ്ങുന്നത്. കേരളത്തിൽ ഒന്നുമല്ലാത്ത തൃണമൂൽ പാർട്ടിയുടെ ബാനറിൽ ആ പോരിനിറങ്ങുമ്പോൾ പോരാട്ടം ഒട്ടും എളുപ്പമല്ല. അതിൻ്റെ ആദ്യ പരീക്ഷണമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കൊൽക്കത്തയിലെത്തി മമതാ ബാനർജിയെ കണ്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ചർച്ചയും തീരുമാനവും ഉണ്ടായതിനു പിന്നാലെയാണ് രാജി തീരുമാനവും എടുത്തത്. സ്വതന്ത്ര MLA ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമ്പോഴുള്ള കൂറുമാറ്റ പ്രശ്നവും അയോഗ്യതയും ഒഴിവാക്കാൻ രാജിവെക്കണമെന്ന് PV അൻവറിനോട് മമതാ ബാനർജി നിർദ്ദേശിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. രാജിക്ക് ശേഷം ഇനി അങ്ങോട്ട് താൻ തൃണമൂൽ കോൺഗ്രസ് നേതാവെന്ന് പ്രഖ്യാപനം. കേരളത്തിൽ പിണറായിസം അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിന് തുടക്കമാകും. UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. വന്യജീവി പ്രശ്നങ്ങളും വനനിയമ പ്രശ്നങ്ങളും പരിഹാരവും തന്റെ രാഷ്ട്രീയ ദൗത്യങ്ങളാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു. ഒപ്പം CPM രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾക്കും വഴിമരുന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും. ക്യാമറ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.